ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ലെച്ചസ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കണം. അതിനു വേണ്ടി ഒരു കപ്പ് മൈദ, 5 ഉപ്പ്, ഈ ഒരു മിക്സ് നമ്മൾ 3 തവണയെങ്കിലും ഒന്ന് അരച്ച് മാറ്റി വെക്കേണ്ടതാണ്. എന്നാലേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇത് 3 തവണ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇതിന് ശേഷം ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സോസ് പാനിലാണ്. ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യം ഒന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനിൽ പോലും നമുക്ക് കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരുടെ വീട്ടിലും ബേക്കിംഗ് ട്രേ ഒന്നും കാണത്തില്ല, അതുപോലെ ഓവനും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ സോസ് പാനിൽ വെച്ച് തന്നെ നമുക്ക് നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കാം. സോസ് പാന് ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഇതിലേക്ക് ഒരു 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കാം. മുട്ടയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് അങ്ങ് മാറിക്കിട്ടും. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ചെറുതായി ഇതിലേക്ക് 2 ഡ്രോപ്പ് റോസ് കളറ്, സ്ട്രോബെറിൻ്റെ റോസ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കി കളയാം. ഇതിലേക്ക് ഇനി അരച്ച് വെച്ച മൈദമാവ് അല്പം എടുത്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓവർ മിക്സിങ് പാടില്ല. പതിയെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. മൈദ നമ്മൾ 2-3 പ്രാവശ്യം അരച്ച് വെച്ചാലേ നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റായി വരും.
ഇനി ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡറല്ല യൂസ് ചെയ്യുന്നത്, ബേക്കിംഗ് സോഡയും അതുപോലെ അല്പം വിനെഗറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാവരും വീട്ടിൽ തന്നെയുള്ള ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അധികം വെക്കാൻ പാടില്ല. ഈ കേക്ക് മിക്സ് നമ്മൾ പെട്ടെന്ന് തന്നെ മോഡിലേക്ക് മാറ്റി ബേക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഗ്രീസ് ചെയ്ത് വെച്ച സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തട്ടിക്കൊടുത്ത് ഇത് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഹീറ്റ് ചെയ്ത് വെച്ച പാനിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സോസ് പാൻ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കേക്ക് നല്ല അടിപൊളി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്കിത് റിമോൾഡ് ചെയ്യാം. റിമോൾഡ് ചെയ്യുമ്പോൾ ബട്ടർ പേപ്പർ പതുക്കെ മാറ്റണം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത മാതിരി തന്നെ ഉണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പം നമ്മുടെ സോസ് പാനിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മിൽക്കിന് വേണ്ടി 1/2 കപ്പ് തണുപ്പിച്ചെടുത്ത പാല്, ഏതായാലും കുഴപ്പമില്ല. രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്, ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. 1 ഡ്രോപ്പ് റോസ് കളറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് മിൽക്കും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു നമ്മൾ ഏത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ഏത് പാത്രത്തിലാണോ ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിൽക്ക് ഇതിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മിൽക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കേക്ക് നന്നായി ഒന്ന് അബ്സോർബ് ചെയ്യണം. എല്ലാ ഭാഗത്തും നന്നായി ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് നന്നായിട്ട് വെറ്റായി വന്നിട്ടുണ്ട്, തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്കൊക്കെ ഇതിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡെക്കറേഷനാണ് എനിക്ക് ഈ ഒരു കേക്കിന് ഭംഗിയായിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്യാം.
ഇതിൻ്റെ മേലെയായിട്ട് അല്പം നട്ട്സ് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ കാഷ്യൂസും അല്പം ബദാമുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പിസ്തയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അല്പം ചെറീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വൈറ്റും റെഡും കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ഈ ഒരു കേക്ക് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു മിൽക്ക് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബാക്കി വന്ന മിൽക്ക് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലൂടെ ഈ ഒരു മിൽക്കും കൂടെ ഒഴിച്ച് കഴിക്കലാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. അപ്പോൾ ഇത് മുഴുവനായിട്ടും നമുക്ക് ഇതിലേക്കൊന്ന് വയ്ക്കാം. അതിനുശേഷം ഈ ഒരു കേക്ക് ഈ ഒരു മിൽക്കോട് കൂടി വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം സൂപ്പറാണ് ഈ ഒരു കേക്ക്, വളരെ യമ്മിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. അപ്പം ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസുമായി വരുന്നവരെ ബൈ.